നമസ്കാരം. എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഹിന്ദുമതത്തിൽ ശിവരാത്രി വ്രതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ദിവസം ഭക്തർ പരമേശ്വരനെ പ്രീതിപ്പെടുത്തുവാനായി വ്രതം നോക്കുകയും ശിവനെ ആരാധിക്കുകയും ചെയ്യും. എന്നാൽ ശിവരാത്രി വ്രതം എടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരിയായ രീതിയിൽ വ്രതമെടുത്ത് ആരാധിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലമൊക്കെ ലഭിക്കുകയുള്ളൂ. നിങ്ങളും പരമശിവനെ പ്രീതിപ്പെടുത്തുവാനായി ഈ ശിവരാത്രിയിൽ വ്രതമെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ശിവരാത്രി വ്രതത്തിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത്. മഹാശിവരാത്രി വ്രതം വളരെ ഫലപ്രദമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് അവിവാഹിതരായ സ്ത്രീകൾക്ക് ഈ വ്രതം വിശേഷമാണ്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന പെൺകുട്ടികൾക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലം ഉടൻ ലഭിക്കുമെന്നും അവർ ആഗ്രഹിച്ച വരന് ലഭിക്കുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ അവർക്ക് ശാശ്വതമായ ഭാഗ്യവും കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാകും. ശിവരാത്രിയിലെ ആ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് മാത്രം നിങ്ങൾക്ക് വർഷം മുഴുവനും ശിവനെ പൂജിച്ചതിൻ്റെ ഫലം ലഭിക്കും. അതിനാൽ തന്നെ ശിവാനുഗ്രഹം ആഗ്രഹിക്കുന്ന ശിവഭക്തർ ശിവരാത്രി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കണം. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും രാത്രിയിൽ വിശേഷാൽ ശിവനെ ആരാധിക്കുകയും വേണം. ശിവരാത്രിയുടെ ശുഭമുഹൂർത്തത്തിലാണ് ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശിവരാത്രി വ്രതമെടുക്കുന്ന ഭക്തരുടെ സകല ദുരിതങ്ങളും സർവേശ്വരൻ അകറ്റുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഗുരുശാപം, സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാകും എന്നാണ് വിശ്വാസം. ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കണം എന്നാണ് പറയുന്നത്. മഹാശിവരാത്രി വ്രതം ആരംഭിക്കുന്നത് ത്രയോദശി മുതലാണ്. ഈ ദിവസം മുതൽ വ്രതമെടുക്കുന്നവർ സാത്വികമായ ഭക്ഷണം കഴിക്കണം. അതായത് മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിലർ ഈ ദിവസം മുതലാണ് ഉപവാസം തുടങ്ങുന്നത്. വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശിവരാത്രിയുടെ തലേ ദിവസം തന്നെ വീട് കഴുകി വൃത്തിയാക്കുക. തലേന്ന് രാത്രി അരിയാഹാരം പാടില്ല. ശിവരാത്രി വ്രതം രണ്ട് രീതിയിൽ നമുക്കെടുക്കാം. പൂർണ്ണ ഉപവാസമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കൽ ഉപവാസമായിട്ടോ വ്രതം അനുഷ്ഠിക്കാം. ആരോഗ്യസ്ഥിതി അനുകൂലമായവർക്ക് പൂർണ്ണ ഉപവാസവും അല്ലാത്തവർക്ക് ഒരിക്കൽ വ്രതവും ഒക്കെ നോക്കാവുന്നതാണ്. ഒരിക്കൽ വ്രതം നോക്കുന്നവർക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം. അത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യമാകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. വയർ നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. രാത്രിയിലോ പകലോ ഉറക്കം പാടില്ല. വ്രതമെടുക്കുന്നവർ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ക്ഷേത്ര ദർശനത്തിനൊക്കെ സാധിക്കാത്തവരാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് ശിവനെ ഭജിക്കാം. ശിവപുരാണം, ശിവസഹസ്രനാമം, അഷ്ടോത്തര ശതനാമ സ്തോത്രം, ശിവപഞ്ചാക്ഷരി സ്തോത്രം, ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യാവുന്നതാണ്. ശിവരാത്രി ദിനത്തിൽ വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവന് അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ എല്ലാം കഴിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസം നോക്കുന്നവരാണെങ്കിൽ അതുവരെ ജലപാനം പാടില്ല. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമാക്കി വെച്ച് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് വ്രതം നോക്കാവുന്നതാണ്. ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവിടെ നിന്നും തീർത്ഥം പാനം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം. മഹാശിവരാത്രി വ്രതാനുഷ്ഠാനത്തിൽ 4 മണിക്കൂറിലും പൂജ നടത്തുന്നു. ആരാധനയുടെ ഓരോ മണിക്കൂറിലും ഓം നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. ശിവക്ഷേത്രത്തിൽ ഇത് ജപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വീടിൻ്റെ കിഴക്ക് ദിശയിലുള്ള ശാന്തമായ ഒരു സ്ഥലത്ത് പോയിരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. 4 മണിക്കൂറും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒരു പ്രത്യേക പുണ്യമാണ് നൽകുന്നത്. ഇതുകൂടാതെ വ്രതാനുഷ്ഠാനത്തിൽ രുദ്രാഭിഷേകം നടത്തിയാൽ ശിവശങ്കരൻ അതീവ സന്തുഷ്ടനാകുന്നതാണ്. അതുപോലെ വ്രതത്തിന് ചില നിയമങ്ങളുണ്ട്. മഹാശിവരാത്രി വ്രതമെടുക്കുന്നവർ വ്രതവേളയിൽ ഉപ്പ് കഴിക്കാൻ പാടില്ല.
അസുഖമുള്ളവരോ ഗർഭിണിയോ പ്രായമായവരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് വ്രതകാലത്ത് റോക്ക് സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ്. വ്രതമനുഷ്ഠിക്കുന്നവർ പകൽ ഉറങ്ങാതെ രാത്രിയിൽ ഉണർന്നിരുന്ന് ശിവന്റെ സ്തുതികൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. ഈ ദിവസം ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ശിവനെ ആരാധിക്കണം. ഇത് ചെയ്യുന്നതിലൂടെ അവരുടെ ബന്ധത്തിൽ എക്കാലവും മാധുര്യം നിലനിൽക്കും.